Good morning, students. We are going to see a new topic today, new historicism. It is emerged as a recognizable practice with Stephen Greenblatt's book Renaissance Self-Fashioning, From More to Shakespeare. It is the name of a book. It was published in 1980. It is considered as the beginning of the new historicist practice. And Louis Monroe's essay Eliza Queen of Shepherdess. എന്താ പറഞ്ഞാൽ ന്യൂ ഹിസ്റ്റോറിസിസം സ്റ്റീഫൻ ഗ്രീൻബ്ലാഡ് പറയുന്ന ആളുടെ റെനൈസൻസ് സെൽഫ് ഫാഷനിങ് ഫ്രം മോർ ടു ഷേക്സ്പിയർ എന്ന പുസ്തകത്തിൻ്റെ ോട് കൂടിയിട്ടാണ് ഇത് എമർജ് ചെയ്ത് വന്നേക്കുന്നത്. ഈ പുസ്തകം 1980 പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബിഗിനിങ് ഓഫ് ദ ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് പ്രാക്ടീസ്. ന്യൂ ഹിസ്റ്റോറിസിസം എന്താണ് എന്നറിയുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചിട്ട് പറയാണ്. ഈ പുസ്തകമാണ്, അതായത് റെനൈസൻസ് സെൽഫ് ഫാഷനിങ് എന്ന് പറയുന്ന പുസ്തകമാണ് ഇതിൻ്റെ തുടക്കമായിട്ട് പറയണത്. ഏതിൻ്റെ? ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് പ്രാക്ടീസ്. അതെന്താണെന്ന് വഴിയെ പറയുന്നുണ്ട്. ആൻഡ് ലൂയിസ് മോൺട്രോസ് എസ്സേ എലിസ ക്യൂൻ ഓഫ് ഷെഫേർഡസ്. അതായത് മറ്റൊരു 2 പുസ്തകങ്ങളുണ്ട്. ഒന്ന് റെനൈസൻസ് സെൽഫ് ഫാഷനിങ് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ എലിസ ക്യൂൻ ഓഫ് ഷെഫേർഡസ് പറയുന്ന പുസ്തകം. ഈ 2 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത് വന്നതോട് കൂടിയിട്ടാണ് ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് നിലവിൽ വന്നത്. അതെന്താണെന്ന് ഇനി പറയുന്നുണ്ട്. സ്റ്റീഫൻ കോയിൻഡ് ദ ടേം ന്യൂ ഹിസ്റ്റോറിസിസം ഇൻ ഹിസ് ബുക്ക്. സ്റ്റീഫനാണ് ആദ്യമായിട്ട് ഈ വാക്ക് ഉണ്ടാക്കിയ ആൾ, കോയിനേജ് നടത്തിയ ആൾ. ന്യൂ ഹിസ്റ്റോറിസിസം ക്യാൻ ബി സിംപ്ലി ഡിഫൈൻഡ് ആസ് എ മെത്തേഡ് ബേസ്ഡ് ഓൺ ദ പാരലൽ റീഡിംഗ് ഓഫ് ലിറ്റററി ആൻഡ് നോൺ ലിറ്റററി ടെക്സ്റ്റ്. ഇപ്പം എന്താണ് ന്യൂ ഹിസ്റ്റോറിസിസം എന്ന് ചോദിച്ചാൽ, ഒരേ കാലഘട്ടത്തിലെ സാഹിത്യകൃതിയും സാഹിത്യകൃതികൾ അല്ലാത്ത മറ്റു പുസ്തകങ്ങളും ഒരുമിച്ച് വായിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയണത്. പിന്നെ പറയുന്നുണ്ട്, ദിസ് ഈസ് ന്യൂ ഹിസ്റ്റോറിസിസം ഡസ് നോട്ട് ഗിവ് എ പ്രിവിലേജ്ഡ് പൊസിഷൻ ടു ലിറ്റററി ടെക്സ്റ്റ്. നമ്മളിപ്പോൾ പഠിക്കുന്നത് ലിറ്ററേച്ചറാണ്, പക്ഷേ ഈ മെത്തേഡിൽ ലിറ്റററി ടെക്സ്റ്റിന് ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റിനേക്കാൾ പ്രാധാന്യം കൊടുക്കണില്ല. ഇറ്റ് വിഷ്വലൈസസ് ആൻഡ് പ്രാക്ടീസസ് എ മെത്തേഡ് ഓഫ് സ്റ്റഡി ഇൻ വിച്ച് ലിറ്റററി ആൻഡ് നോൺ ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ്. രണ്ടിനും, അതായത് ലിറ്റററി പുസ്തകത്തിനും ഹിസ്റ്ററി പുസ്തകങ്ങൾക്കും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ പ്രാക്ടീസ് ചെയ്യണത്. ആൻഡ് കോൺസ്റ്റൻ്റ്ലി ഇൻഫോം ആൻഡ് ക്വസ്റ്റ്യൻ ഈച്ച് അതർ. ലിറ്റററി ടെക്സ്റ്റ് ഹിസ്റ്ററിനെ ക്വസ്റ്റ്യൻ ചെയ്യും, ഹിസ്റ്ററി തിരിച്ച് ലിറ്റററി ടെക്സ്റ്റിനെയും ക്വസ്റ്റ്യൻ ചെയ്യും. ഇൻ ദ ലേറ്റ് 1970s ആൻഡ് ഏർലി 1980s, അതായത് 1970-ൻ്റെയും 80-ൻ്റെയും തുടക്കത്തിൽ, 70-ൻ്റെ അവസാനത്തിലും 80-ൻ്റെ തുടക്കത്തിലും ദർ വാസ് എ റിന്യൂഡ് ഇൻട്രസ്റ്റ് ഇൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി. ഹിസ്റ്ററിയും ലിറ്ററേച്ചറും പരസ്പരം അനുപൂരകമാണ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആണ് എന്നുള്ളൊരു ആ നിലയ്ക്കുള്ളൊരു ഇൻട്രസ്റ്റ് ആൾക്കാരിൽ വളർന്നു വന്നിരുന്നു. ഇറ്റ് വാസ് ദ അമേരിക്കൻ ക്രിട്ടിക്സ് നോൺ ആസ് ദ ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ്. അമേരിക്കക്കാരായിട്ടുള്ള ക്രിട്ടിക്സാണ് ഈ പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഹു വെർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊമിനൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചസ് ടു ലിറ്ററേച്ചർ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ 20th century. ഇവരാണെങ്കിലോ 20th centuryയുടെ അവസാനത്തിനോടടുത്ത് എന്താ പറയുക, ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് പറയണ അതിൻ്റെ പ്രാധാന്യം, പ്രൊമിനൻസ്, ഊന്നലിന് ഇവരാണ് ആദ്യമായി അത് എന്താ പറയുക ഊന്നൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയണത് എന്താ വെച്ചാൽ, ന്യൂ ഹിസ്റ്റോറിസിസ്റ്റ് ക്രിട്ടിക്സ് ടെൻഡഡ് ടു, അതായത് ന്യൂ ഹിസ്റ്റോറിക് ക്രിട്ടിക്സ് എന്താണ് ചെയ്തിരുന്നതാണ്. അവർ സാധാരണ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ, റീഡ് ലിറ്റററി ടെക്സ്റ്റ് ആസ് മെറ്റീരിയൽ പ്രോഡക്ട്സ് ഓഫ് സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ കണ്ടീഷൻസ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഹിസ്റ്റോറിക്കൽ കണ്ടീഷൻ്റെ എന്താ പറയുക, ലിറ്റററി ടെക്സ്റ്റ് മെറ്റീരിയൽ പ്രോഡക്ട്സ് ഓഫ് സ്പെസിഫിക് ഹിസ്റ്റോറിക്കൽ കണ്ടീഷൻസ്. ഏതെങ്കിലും ചരിത്രപരമായിട്ടുള്ള കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മെറ്റീരിയൽ പ്രൊഡക്ട്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ലിറ്റററി ടെക്സ്റ്റ് പഠിച്ചിരുന്നത്.
സി ടെക്സ്റ്റ് ഓഫ് ഓൾ കൈൻഡ്സ് ആസ് വെഹിക്കിൾസ് ഓഫ് പൊളിറ്റിക്സ്. അതുപോലെ ഈ രാഷ്ട്രീയത്തിനോട് ബന്ധപ്പെട്ട രാജഭരണത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഭരണത്തിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വെഹിക്കിൾ, ഒരു മീഡിയം ആയിട്ടാണ് അവരിതിനെ കണ്ടിരുന്നത്. കണ്ടില്ല, പരസ്പര പൂരകങ്ങളാണവ. ഹിസ്റ്ററി ഈസ് നോട്ട് എൻ ഓർഡർലി ബോഡി ഓഫ് ഒബ്ജക്റ്റീവ് നോളജ്. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഹിസ്റ്ററി പറഞ്ഞിട്ട് വെച്ചാൽ കുറേ വസ്തുതകൾ ഒരുമിച്ച് ക്രമപ്രകാരം വെച്ചൊരു സാധനം അല്ല, വിച്ച് ഈസ് സിംപിളി ക്യാൻ ബി അപ്ലൈഡ് ടു എ ലിറ്റററി ടെക്സ്റ്റ് ഇൻ ഓർഡർ ടു ഡിസ്കവർ ദ ഫാക്ട് ഇൻ ദ ടെക്സ്റ്റ്. ഒരു ലിറ്റററി ടെക്സ്റ്റിൽ പറഞ്ഞ കാര്യം എന്താണ് ശരിക്കുള്ള വസ്തുത എന്നറിയാൻ അളക്കുന്ന ഒരു സാധനമല്ല ഹിസ്റ്ററി. ഒരു ചരിത്രപരമായിട്ടുള്ളൊരു സംഭവം നടന്നാൽ അതൊരു ലിറ്റററി വർക്കിൽ കാണും എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു അവർക്ക്. ഇറ്റ് റിവീൽസ് ദ പ്രോസസ്സസ് ആൻഡ് ടെൻഷൻസ് ബൈ വിച്ച് ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് കംസ് എബൌട്ട്. ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലൊരു കുറേ എന്താ പറയുക, ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ്. അതാണ് ഈ ലിറ്ററേച്ചറിൽ ഓളങ്ങൾ ഉണ്ടാക്കാൻ കാരണം, അതിൽ ഈ ടെൻഷനും കാരണം എന്നാണ് അവർ പറഞ്ഞത്. ഞാനൊന്നും കൂടി വ്യക്തമാക്കാം. ലിറ്ററേച്ചർ ഈസ് എ വെഹിക്കിൾ ഫോർ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഹിസ്റ്ററി. ലിറ്ററേച്ചർ ഒരു വാഹനം മാത്രമാണ് എന്ത് ഹിസ്റ്ററിയുടെ ആൻഡ് ഇറ്റ് റിവീൽസ് ദ പ്രോസസ് ആൻഡ് ടെൻഷൻസ് ബൈ വിച്ച് ഹിസ്റ്റോറിക്കൽ ചേഞ്ച് കംസ് എബൌട്ട്. അതുപോലെ ലിറ്ററേച്ചർ പറഞ്ഞാൽ എന്തും കൂടിയാണ്, ഹിസ്റ്ററിയിൽ വന്ന മാറ്റങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന. ഹിസ്റ്ററിയിൽ ഒരു രാജാവ് മാറി വേറെ രാജാവ് വന്നു, അല്ലെങ്കിൽ ഒരു ഭരണം മാറി വേറെ, അല്ലെങ്കിൽ ഒരു റിവോൾട്ട് വന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടെൻഷൻസ് ഒരു ലിറ്റററിയിൽ കയറിക്കൂടുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയേ എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ രണ്ടാമത്തെ പകുതി നമ്മൾ അടുത്ത വീഡിയോയിൽ എടുക്കും.